ഹലോ. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കുറ്റിപ്പുറത്ത് കാവിലാട്ടോ. അത് വേറെ എവിടെയും നമ്മൾ കോട്ടക്കൽ തന്നെയാണ്. കോട്ടക്കലിൽ നിന്ന് പുത്തൂർ ബൈപ്പാസിൻ്റെ അങ്ങേ എൻഡിലുള്ളൊരു അമ്പലം. അപ്പോൾ നമുക്കിന്ന് ഇവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ ക്ലാസ്സിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീണ്ടും നമ്മൾ നിങ്ങളുടെ അമ്പലത്തിലേക്ക് തന്നെ വന്നു. ഇവിടെ കുറച്ച് കാളവരവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം കാണാൻ പറ്റിയിട്ടൊന്നുമില്ല. അങ്ങനെ കുറച്ച് കണ്ട് അതിൽ കുറച്ചെണ്ണത്തിന് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ നമ്മളെന്തായാലും അവിടുത്തെ വെടിക്കെട്ടിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ഒന്ന് പോയി കാണാം. നമ്മുടെ ചാനൽ എവിടെയും കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെയും ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ അതേപോലെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടേക്ക് എന്താ വെച്ചാൽ ഒരു 7-8 കാളകളോളം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വേറെയുള്ള വേലയ്ക്ക് പോയ പോലെ ഒന്നുമല്ല അവിടെ. ഇവിടെ വേലയ്ക്ക് കാള വരിക, അതേപടി പോവുക. നമുക്കെല്ലാം കൂടെ നിരത്തി നിൽക്കുക, അങ്ങനെ നമുക്ക് വീഡിയോസ് എടുക്കുക, അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഇവിടുത്തെ കാള നിർത്തിയിടാനുള്ള സ്ഥലമില്ല, ഒന്നാമത് അതാണ് കാര്യം. അപ്പം വരുന്ന കാളകൾ അപ്പം തന്നെ അവർക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് ഇതേപോലെ കൊട്ടും കാര്യങ്ങളുണ്ട്, പിന്നെ വേഷങ്ങളുണ്ട്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കതിരവനെ കാണാനായിരുന്നു. കതിരവൻ്റെ സെക്കൻഡ് ജോഡി വരുന്നുണ്ടെന്ന് പറഞ്ഞ് അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് വന്നത് കോട്ടൂർ ഭാഗത്തു നിന്നായിരുന്നു. പക്ഷെ അവർ വന്നപ്പോൾ കുറേ ലേറ്റ് ആയിട്ടുണ്ട്. അവിടുത്തെ വെടിക്കെട്ട് പരിപാടികളെല്ലാം കഴിഞ്ഞ് ഉത്സവപ്പറമ്പിൽ ശേഷമാണ് ആ ടീം എത്തുന്നത് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം പാച്ചുവിന് എക്സാം ഉണ്ട്. പോലെ തന്നെ ഇതേ ദിവസം നമുക്ക് കരിങ്കപ്പാറ ഭാഗത്ത് ഇതേപോലെ അത് കുറേ കാളവരവുള്ളൊരു ഉത്സവമാണ്. അപ്പം നമ്മൾ ആദ്യം അങ്ങോട്ട് പോകാൻ പ്ലാൻ ഇട്ടതായിരുന്നു. പിന്നെ പാച്ചുവിന് നാളെ എക്സാമൊക്കെ ഉള്ളതിനെ കൊണ്ട് തുടങ്ങുന്നതിനെക്കൊണ്ട് നമ്മൾ ഇതിനെ ഇവിടെ തന്നെ നിന്നു കേട്ടോ. അപ്പം ഇത് നമ്മുടെ ഭരണിക്കെടുത്ത വീഡിയോ ആണ്. എനിക്ക് അപ്ലോഡ് ഇടാൻ നേരം വീടുന്നതാണ്. ഞാൻ അതന്നെയല്ലേ പറയുന്നത്. ആലോചിക്കുന്നുണ്ടാവും ശ്രീകുട്ടി എന്നും ഇങ്ങനെയാണല്ലോ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഓരോന്ന് എഡിറ്റ് ചെയ്ത് അങ്ങനെ വിടുമ്പോൾ നേരം വൈകി പോകുന്നതാട്ടോ. അപ്പോൾ ഇത് കാള നമുക്കൊരു 2-3 കാളിനെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ഇവിടെ ഫുള്ള് റൗണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് പോരുമ്പം ഏകദേശം ഒരു 1 മണി 1:30 ആയിട്ടുണ്ട്. ഈ വരവ് എനിക്ക് ഭയങ്കര ഇഷ്ടമായ സംഭവം. നമ്മുടെ നാട്ടിലെ പരിപാടിയാണെങ്കിലും ഈ വരവിൽ ഫുള്ള് ഉണ്ടായിരുന്നത് പുറമുള്ളവരാണ്. അതായത് നമ്മുടെ കോട്ടക്കൽ ഭാഗത്ത് കുറച്ചധികമാണ് എന്താ പറയുക, ഈ ഹിന്ദിക്കാർ, പണിക്കാർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം ചുരുക്കി പറഞ്ഞാൽ മലയാള ഭാഷ പറഞ്ഞ ബംഗാളികൾ. അപ്പം അവർ ഏറ്റവും കൂടുതൽ വന്ന വരവായിരുന്നത്. കളിക്കുന്നതും അവർ തന്നെ. വെള്ളം നമ്മൾ ഇങ്ങനെ വരവിലൊക്കെ പോകുമ്പം വണ്ടിയിൽ വെള്ളം കൊടുക്കുമല്ലോ, അതിനും അവർ തന്നെ അതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാട്ടോ നമ്മുടെ കതിരവൻ. അപ്പം കതിരവൻ വന്നതോടെ കൂടെ അവിടുത്തെ വരവും കഴിഞ്ഞു. അപ്പം ഇവർ 6 രസമായിരുന്നു കേട്ടോ സംഭവം. പരിപാടിയൊക്കെ രസമായിരുന്നു. പക്ഷേ എത്ര ലേറ്റായി പോയ പ്രശ്നമായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, സീ യു.